ഈ വർഷത്തെ മാമ്പഴത്തിൻ്റെ സീസൺ ഏകദേശമൊക്കെ കഴിയാറായില്ലേ. അപ്പം നമുക്കൊരു മാമ്പഴപ്പുളിശ്ശേരി വെച്ചാലോ. മാമ്പഴത്തിൻ്റെ നല്ല നാട്ടുമാമ്പഴമാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം നല്ല നാട്ടുമാമ്പഴം ചട്ടിയിലേക്ക് തോലുരിഞ്ഞ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. വേവിച്ചെടുക്കാനായിട്ട് ഇട്ടിരിക്കുന്നതിലേക്ക് നമുക്ക് ഒരു 4-5 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വേവിച്ച് ആ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ 1 കപ്പ് അളവിൽ 2 അച്ച് ശർക്കര ഇട്ടിട്ട് ഒരു 3/4 കപ്പ് അളവിൽ ശർക്കര പാനിയും കൂടി ഒഴിച്ചു. ഇനി അതിലേക്കൊരു കിടിലൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള 1 ടീസ്പൂൺ നല്ല അടിപൊളിയായിട്ടുള്ള നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ശർക്കരയിൽ നെയ്യിലിട്ടൊന്ന് വരട്ടി എടുത്തിട്ടുണ്ട്. നമ്മുടെ മാമ്പഴം നന്നായിട്ടൊന്ന് കുറുകി വന്നപ്പോഴത്തേക്ക് തേങ്ങ, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, വെള്ളം ചേർക്കാതെ തൈരിൽ അരച്ചതും കൂടി ചേർത്തു. നല്ല കുറുകിയ നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ തീർന്നില്ല, ഇനി ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു പണിയും കൂടി ഉണ്ട്. സാധാരണ പോലെ വെളിച്ചെണ്ണയിലല്ല നമ്മളിതിലേക്ക് കടുക് വറക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ അളവിൽ നല്ല നെയ്യ്, ഒരു ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ അളവിൽ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യിലേക്ക് കടുക്, ഉലുവ, അതിൻ്റെ കൂടെ വറ്റൽ മുളക്, കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് നല്ലോണം കടുക് വറുത്തിട്ട് അതും കൂടി മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞങ്ങളുടെ ചാനലിൽ കാണാൻ മറക്കല്ലേ.